എൻ്റെ പേര് ജോബിയ സെബാസ്റ്റ്യൻ. ഞാൻ വരുന്നത് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി എന്ന സ്ഥലത്തു നിന്നാണ്. ഞാനിവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് 2023 ജനുവരി 10-ാം തീയതിയാണ്. അതിനു മുമ്പ് ഞാൻ 2018 ഇവിടെ ആദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായി പറയാൻ പോകുന്നത്, എനിക്ക് ചെറുപ്പം മുതൽ യാത്ര ചെയ്യുമ്പോൾ ഛർദ്ദിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എന്നാൽ അത് പിന്നീട് വളരും തോറും അത് തലവേദനയായി. അത് ഒരു ദിവസം രാത്രി ഫുള്ള് ഉറങ്ങിക്കഴിഞ്ഞാൽ കുറയായിരുന്നു ആദ്യമൊക്കെ. പിന്നീട് അത് വർഷങ്ങൾ കഴിയും തോറും അത് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കുറയില്ല. എനിക്കൊരു 10 മിനിറ്റ് പോലും യാത്ര ചെയ്യാൻ സാധിക്കില്ല. യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഞാനൊരു 10 മിനിറ്റ് യാത്രയാകുമ്പോഴത്തേനും ഞാൻ ആകപ്പാടെ തളർന്നു പോകും. എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തളർന്ന് വീഴും. ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, മിണ്ടാൻ പറ്റത്തില്ല. വർഷങ്ങളായി ഞാൻ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ധൈര്യമായി ഒരിടത്തും പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത് കൂടെ കൊണ്ടുപോകുന്നവർക്ക് പോലും അത് വളരെ ബുദ്ധിമുട്ടും അസ്വസ്ഥതകളും ഒക്കെയായി. അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് അതിനുമുമ്പ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് മുമ്പ് തലേദിവസം ഞാൻ ഒരുപാട് തവണ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. പിന്നെ മാതാവ് ഉടമ്പടി എടുത്ത് കഴിയുന്നോടം വരെ എനിക്ക് നേരെ നിൽക്കാൻ എനിക്ക് സാധിക്കണം. കാരണം ഞാൻ അവശതയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇവിടെ വരാൻ പോലും എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ ഞാനിവിടെ ഒരു 10:30 ആയപ്പോൾ എത്തി. തിരിച്ച് ഉടമ്പടി എടുത്ത് ഇറങ്ങിയത് 4 മണിക്കാണ്. 4 മണി കഴിയുന്നോടം വരെ എനിക്ക് യാതൊരു പ്രശ്നവും കൂടാതെ എനിക്ക് നിൽക്കാൻ സാധിച്ചു. ഞാൻ ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് പൂർണ്ണമായി എനിക്കറിയാം. കാരണം ഈ വർഷങ്ങളായിട്ട് എനിക്ക് സാധിക്കാത്ത കാര്യമായിരുന്നു അത്. ഇവിടുന്ന് ഇറങ്ങി ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കുടിക്കാനും കൂടെ നിൽക്കാൻ എനിക്ക് സാധിച്ചു. പിന്നെ ഞാൻ പഴയ പടി തന്നെയായി. പിന്നീട് അതിൽ നിന്നെല്ലാം റിക്കവറായി. ഇപ്പം എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഡെയിലി ഞാൻ 2.25 മണിക്കൂർ ഇപ്പോൾ യാത്ര ചെയ്യുന്ന ആളാണ്. എനിക്ക് യാതൊരുവിധ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും എനിക്ക് ഉണ്ടാകുന്നില്ല. അമ്മ മാതാവ് എനിക്ക് വലിയ അനുഗ്രഹമാണ് എനിക്ക് തന്നത്. പിന്നെ 2015 മുതൽ എനിക്കൊരു അസുഖമുണ്ട്. 2018 ഡയഗ്നോസ് ചെയ്തത്. അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്നൊരു അസുഖമാണ്. അത് വൻകുടലിലെ അൾസറാണ്. അത് കൂടിയ അവസ്ഥയായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി പകൽ എന്ന വ്യത്യാസമില്ലാതെ ടോയ്ലറ്റ് പോകാൻ തോന്നും. അത് ഒരു തവണ കയറിക്കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ആകാതെ ഞാൻ ഇറങ്ങില്ല. ഫുള്ള് ബ്ലഡായിട്ടായിരിക്കും പോകുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡ് കളറുള്ള പായൽ വെള്ളത്തിൽ കിടക്കുന്ന അവസ്ഥ അതുപോലെ തന്നെയായിരുന്നു പോകുന്നത്. അപ്പോൾ ഒന്ന് പോയിട്ട് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് വീണ്ടും കയറാൻ തോന്നും. ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൽക്കാനോ നടക്കാനോ എനിക്ക് പറ്റത്തില്ല. അതുപോലത്തെ അവസ്ഥയായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത്, ഇത് ലൈഫ് ലോങ് ഡിസീസാണ്, ഇതൊരിക്കലും മാറില്ല, ലൈഫ് ലോങ് ഞാൻ മെഡിസിൻ എടുക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് താനും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാൾ മാത്രമാണ് അലോപ്പതി കഴിച്ചുള്ളൂ. പിന്നെ കുറച്ച് നാൾ ഹോമിയോ, ആയുർവേദം ഇതൊക്കെ എടുത്തു. പക്ഷേ എന്നാലും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അസുഖങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചു. ഇനി എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉടമ്പടി തൈലം എൻ്റെ വയറ്റിൽ ഞാൻ കുരിശ് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ മാതാവ് ഈ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായി എനിക്ക് മോചനം നൽകണം. കാരണം നമുക്ക് ധൈര്യമായി പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞ് 2 മാസം മുമ്പ് ഞാൻ എൻഡോസ്കോപ്പിയും കൊളോണോസ്കോപ്പിയും ചെയ്തു. ഒരിക്കലും മാറില്ല എന്ന് പറഞ്ഞ ഡിസീസാണിത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇന്ന് എനിക്ക് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്ന രോഗം ഇന്ന് എനിക്കില്ല എന്ന് പൂർണ്ണമായി എന്നോട് പറഞ്ഞു. അത് ടെസ്റ്റ് ചെയ്തു, അതിന് റിസൾട്ട് കിട്ടിയ തെളിവുമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ 2024 ജനുവരിയിൽ എനിക്ക് അതിശക്തമായ വയറിന് വേദന വന്നു. എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ എനിക്ക് പറ്റത്തില്ലായിരുന്നു. അത് ഞാൻ സ്കാൻ ചെയ്യാൻ വേണ്ടി പോയി. അപ്പോഴും ഞാൻ കാശുരൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അന്നൊരു ചൊവ്വാഴ്ച ഇവിടെ ലൈവായിട്ട് ഉടമ്പടി ധ്യാനം നടക്കുന്ന ദിവസമായിരുന്നു. അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ ഈ വയറിന് വേദന ഇങ്ങനെ ശക്തമായി നിൽക്കുന്ന അവസ്ഥയിൽ എനിക്ക് ക്യാൻസർ ആവരുത്, എനിക്ക് ഓപ്പറേഷൻ്റെ അവസ്ഥ വരരുത്. എനിക്ക് നേരത്തെ ഫാറ്റി ലിവർ ഗ്രേഡ് 2 ആയിരുന്നു, അതിൽ നിന്നും അത് കൂടരുത്. ഈ 3 കാര്യങ്ങളാണ് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. ഞാൻ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇന്ന് തന്നെ അഡ്മിറ്റായി ഓപ്പറേഷൻ ചെയ്യണം, അപ്പൻഡിസൈറ്റിസ് സൈസ് വളരെ കൂടുതലാണ്, അത് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ഇങ്ങനെ അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറയുന്നൊരു ഡിസീസ് എനിക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എങ്കിൽ വേറൊരു ഹോസ്പിറ്റലിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പം ഞാൻ ആ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണെന്ന് പൂർണ്ണമായി എനിക്കറിയാം. ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, എമർജൻസി ആയിട്ട് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണ്ട, ഇനി ഒരു പെയിൻ വരികയാണെങ്കിൽ മാത്രം ഇവിടെ വന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഈയിടെ ഞാൻ എൻഡോസ്കോപ്പി ചെയ്തു എന്ന്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ അപ്പൻഡിസൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖം ഇന്ന് അങ്ങനെ ഒരു പ്രശ്നം എനിക്കില്ല എന്ന് വ്യക്തമായി എനിക്ക് ആ റിപ്പോർട്ടിൽ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹമാണെന്ന് തന്നെ എനിക്ക് പൂർണ്ണമായും എനിക്കറിയാം. പിന്നെ ഞാൻ 2020 മുതൽ ഒരു ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് നല്ലൊരു ജോലി എനിക്ക് കിട്ടണം, അത് എനിക്ക് സന്തോഷത്തോടെ സമാധാനം ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, ഒരുപാട് റിസ്ക്കോ ടെൻഷനോ അങ്ങനെയൊന്നും വന്നു കഴിഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല.
അപ്പോൾ ഉടമ്പടിയിൽ നിയോഗം വെച്ചു. ആദ്യം ഉടമ്പടി പുതുക്കി. ആ പുതുക്കി ഇറങ്ങിയ ഉടനെ തന്നെ എൻ്റെ മമ്മി വഴി എനിക്കൊരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം അറിഞ്ഞു. അപ്പം ഞാൻ പോകുന്ന വഴിക്ക് മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞാൻ ഈ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രം വേണ്ട, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം മതി. എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മാനസികാവസ്ഥകളൊന്നും എനിക്ക് ബുദ്ധിമുട്ടുകളായി നിൽക്കരുത്, അങ്ങനത്തെ ജോലിയാണെങ്കിൽ മാത്രം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ ചെന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ സിസ്റ്റമായിട്ട് കമ്പ്യൂട്ടറുമായിട്ട് ബന്ധം മാറിയിട്ട് കുറേ നാളായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പ് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഞാൻ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യാൻ നോക്കിയപ്പം ഒരു പാരഗ്രാഫ്, ഒരു സെൻറ്റൻസ് പോലും ടൈപ്പ് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. എൻ്റെ പെടലി അതുപോലെ കട്ടുകഴുപ്പും മരപ്പുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ടൈപ്പിംഗ് ഉണ്ട്. അപ്പോൾ ഈ മലയാളം ടൈപ്പിംഗ് ഞാൻ ടൈപ്പ് ചെയ്യുന്നത് കീബോർഡിൽ ഓരോ കീയും പ്രസ് ചെയ്തിട്ട് സിസ്റ്റം നോക്കിയിട്ടാണ് ടൈപ്പ് ചെയ്യുന്നത്. അവിടെ ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ കീബോർഡ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡ് ഫുള്ള് ഇല്ല, അക്ഷരങ്ങൾ മാഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നല്ല എക്സ്പേർട്ട് ആയവർക്ക് മാത്രമാണ് അത് ഏത് കീ ആണെന്ന് വെച്ചിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവ് ഇത് എനിക്കറിയില്ല. ആദ്യം ഞാൻ ഓരോ കീ പ്രസ് ചെയ്തിട്ട് നോക്കുമ്പോൾ അതൊന്നും അല്ല, പിന്നെ അത് ഞാൻ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ആകപ്പാടെ കുറച്ച് സമയമുള്ളൂ ഇത് ചെയ്തു കൊടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് ഉടമ്പടി കാശ് രൂപ ഞാൻ എടുത്തിട്ട് അവരാ തന്ന പേപ്പറിൻ്റെ അടിയിൽ ഞാൻ വെച്ചിട്ട് കീബോർഡിൻ്റെ അവിടെ വെച്ചിട്ട് ഞാൻ ടൈപ്പ് ചെയ്തു. ഞാൻ പിന്നെ ഒന്നും നോക്കില്ല, പ്രിൻ്റ് എടുത്തിട്ട് കൊടുക്കുകയോ ചെയ്ത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അതിൽ ഞാനാണ് സെലക്ട് ചെയ്ത് എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞു. എനിക്ക് പൂർണ്ണമായിട്ട് എനിക്ക് ബോധ്യം ഉണ്ടാകുന്ന അമ്മ മാതാവ് എനിക്ക് തന്ന ജോലി തന്നെയാണെന്ന്. കാരണം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെയുള്ള ഒരു ജോലിയാണ് എനിക്ക് കിട്ടിയത്. ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലാണ്. കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫെല്ലാം നല്ല സ്റ്റാഫാണ്. എനിക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും യാതൊരു പ്രശ്നമില്ലാതെ അതുപോലെ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റാഫാണ്. ഞാൻ ഇപ്പോൾ സന്തോഷത്തോടെ ഞാൻ ജോലി ചെയ്യുന്നു. കോൺട്രാക്റ്റ് ബേസാണ്, പക്ഷേ അത് റിന്യൂ ചെയ്ത് കിട്ടുന്ന ഒരു ജോബാണ്. അപ്പോൾ അതിന് ഞാൻ അമ്മ മാതാവിനോട് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഇത് എൻ്റെ മോനാണ്. നേരത്തെ അതുകൊണ്ടിൽ ഓരോ മാസവും പനി, ചുമ, ജലദോഷം ഈ വിട്ടുമാറാണ്ട് നിൽക്കുമായിരുന്നു. ഞങ്ങൾ ആൻറ്റിബയോട്ടിക് ഒരുപാട് എടുക്കുമായിരുന്നു. അപ്പം 2022 ഡിസംബർ ആയപ്പോഴത്തേനും കൊച്ചിന് ഒരു ദിവസം പെട്ടെന്ന് ഫിക്സ് വന്നു. ആ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വഴിക്കൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എന്തെങ്കിലും ആൾക്കാരൊക്കെ ഒരു സാക്ഷ്യം പറയാൻ പറ്റുമ്പം ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞേക്കാം, എൻ്റെ കൊച്ചിനെ കാത്തു രക്ഷിച്ചാണ് എന്ന് ഞാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ ചെന്ന് ഞങ്ങൾ 9 ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു. ആ സമയത്തെല്ലാം പനി ഇങ്ങനെ കുറയാണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എൻ്റെ കൈ കിട്ടിയപ്പോൾ ഞാനത് ഉപയോഗിച്ചു. അതിൻ്റെ ഫലമായിട്ട് പിന്നെ പനി കുറയാൻ തുടങ്ങി. പിന്നെ ഇന്ന് വരെ 2022 അങ്ങനെ ഫിക്സ് ഉണ്ടായത്. പിന്നെ ഇന്ന് വരെ കൊച്ചിന് യാതൊരു കുഴപ്പവും ഇല്ല. അതുപോലെ പെട്ടെന്നുള്ള പനി, ചുമ, ജലദോഷം അങ്ങനെ ഇല്ല, വരുന്നുണ്ട്, പക്ഷെ അതുപോലെ അടുപ്പിച്ച് വരുന്നില്ല. അപ്പോൾ അതിന് അമ്മ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ കയ്യിൽ 2 വിരലിൽ ഈ കടുകിൻ്റെ വലുപ്പത്തിൽ, കടുകിനെ അടുപ്പിച്ച് 2-3 വെക്കില്ല, അമ്മാതിരി ടൈപ്പിൽ അരുമ്പാറ പോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ച് പറഞ്ഞു അത് വലുതാവുകയാണെങ്കിൽ നമുക്ക് കരിച്ച് കളയാമെന്ന് പറഞ്ഞു. പക്ഷെ അത് വലുതാവുകയല്ല ചെയ്യുന്നത്, അടുത്തേക്ക് സെയിം സാധനം സ്പ്രെഡ് ചെയ്ത് വരുമായിരുന്നു. എല്ലാ ദിവസവും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ വഴിയായിട്ട് ഇപ്പം എനിക്ക് യാതൊരു പ്രശ്നം, എൻ്റെ കയ്യിൽ എവിടെയാണെന്ന് അറിയാനൊരു പാട് പോലും ഇല്ലാണ്ട് എനിക്ക് മാറിക്കിട്ടി. പ്രവർത്തികളായിട്ട് ഞാൻ ഞാൻ പത്രം വിതരണം ചെയ്യാറുണ്ട്. ഒരു പത്രം മാത്രം കയ്യിൽ വെക്കും. അപ്പോൾ കൊച്ചെന്നോട് പറയും, അമ്മ ഒരു പത്രം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കും. കൊച്ചിനും എല്ലാ ദിവസവും ഞങ്ങൾ 3 പേര്, ഞാൻ ഹസ്ബൻഡ് കൊച്ചു, എല്ലാ ദിവസവും ഞങ്ങൾ ഉടമ്പടി തൈലം കുരിശ് വരയ്ക്കാൻ എങ്ങോട്ടും ഇറങ്ങാറില്ല. പിന്നെ പത്രം വിതരണം ചെയ്യും, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഒരെണ്ണം മാത്രം കയ്യിൽ വെക്കും, ബാക്കി എല്ലാ പത്രവും ഞാൻ വിതരണം ചെയ്യും. പത്രം വിതരണം ചെയ്യുമ്പം ഓരോരുത്തരുടെ മുഖഭാവം മാറുമ്പോഴെല്ലാം സങ്കടം വരാറുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ മടി കാണിക്കാറില്ല, പത്രം ഒന്നും ഞാൻ കൂട്ടി വയ്ക്കാറില്ല. പിന്നെ ഓഫീസിലാണെങ്കിലും ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും എൻ്റെ അടുത്ത് ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ കൃപാസന മാതാവിനെ പറ്റി പറയാറുണ്ട്. അവരത് ആകാംക്ഷയോടെ കേൾക്കാറുണ്ട്. പിന്നെ എനിക്ക് നമ്പറൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ഞാൻ ലിങ്ക് അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ചിലപ്പോൾ ഓരോരുത്തർ സഹായം ചോദിച്ച് വരുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ കാണത്തില്ല. അപ്പോൾ ഞാൻ അവരുടെ നമ്പർ എഴുതി വെച്ചിട്ട് എൻ്റെ കയ്യിൽ സാലറി കിട്ടുമ്പോൾ അവരെ വിളിച്ചിട്ട് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. ഡ്രസ്സ് ഞാൻ ഒരുപാട് ഡ്രസ്സ്, അത് എൻ്റെ കയ്യിലുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകളൊക്കെയാണ് ഞാൻ കൊടുക്കാറ്. പക്ഷെ ഓരോ ഡ്രസ്സ് ഞാൻ കൊടുത്തു കഴിയുമ്പോൾ ഞാൻ ആഗ്രഹിച്ച എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സുകൾ എനിക്ക് വേറൊരു വഴിക്ക് എനിക്ക് ഇങ്ങോട്ട് കിട്ടാറുണ്ട്. വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. ഇപ്പോൾ എങ്ങോട്ടേലും പോയിട്ട് വന്നിട്ട് രാത്രി 12 മണി 1 മണി ആകുമ്പോൾ പോലും വന്നാൽ പോലും ഞാൻ കുടുംബ പ്രാർത്ഥന ഒന്നും ഞാൻ മുടക്കാറില്ല. ബൈബിള് വായിക്കാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ ബസ്സിലൊക്കെ ചുമ്മിയിരിക്കുന്ന സമയമാണെങ്കിൽ പോലും ഞാനത് ഒന്നീ ജപമാല ചെല്ലുകയോ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നേരത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു, വേറെ കാഴ്ച കണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ നന്ദി പറയാത്ത ഒരു ദിവസം പോലും ഇല്ല. ഞാൻ ആഗ്രഹിക്കും ഇങ്ങനെ ഒരു ജോലി എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ വീട്ടുപണി മാത്രം ചെയ്തിരിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ വണ്ടിയിലിരുന്ന് കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് നന്ദി പറയാറുണ്ട്. എൻ്റെ ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരു ജോലി തന്നതിൻ്റെ പേരിലാണല്ലോ എന്നോർത്ത് ഒരുപാട് നന്ദി പറയാറുണ്ട്.
മറ്റുള്ളവരെ ഒരുപാട് ഞാൻ പറയാറുണ്ട്. അവരുടെ വിഷമങ്ങൾ വരുമ്പോൾ അവരോട് ഞാൻ ഒരുപാട് പറയും, മാതാവിനെ വിളിച്ച് മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചോളൂ, നിങ്ങൾ ഉറപ്പായിട്ടും രക്ഷിക്കുമെന്ന് പറയാറുണ്ട്. 1 പത്രോസ് 4-ാം അധ്യായം 11-ാം തിരുവചനം അരുളി ചെയ്യുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ. മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ്. ആമേൻ. ഇവിടെ ജോബിയ സെബാസ്റ്റ്യന് 2015 മുതൽ താൻ അനുഭവിച്ചു കൊണ്ടിരുന്ന ഗുരുതരമായ രോഗം, അതൊക്കെ എങ്ങനെയാണ് ഈ മകൾക്ക് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത രീതിയിൽ ഈ മകൾക്കത് മാറുന്നത്, എത്രമാത്രം അത് ഗുരുതരമായിരുന്നു, എല്ലാം വ്യക്തമായിട്ട് നാം കേട്ടതാണ്. അതുപോലെ വീണ്ടും തനിക്ക് കിട്ടിയ പല രോഗസൗഖ്യങ്ങൾ എല്ലാം ഉടമ്പടിയിലൂടെ മാത്രം, ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം മാത്രം തനിക്ക് സൗഖ്യമായി ഭവിക്കുന്നതും, തൻ്റെ കുഞ്ഞിൻ്റെ കാര്യവും, കുഞ്ഞിന് കിട്ടിയ രോഗസൗഖ്യം, തൻ്റെ ജോലി, അതൊക്കെ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയ കൃപകളായിട്ട് പറയുമ്പോൾ എല്ലാ കാര്യത്തിലും യേശുക്രിസ്തുവിന് മഹത്വവും ആധിപത്യവും ഉണ്ടായിരിക്കട്ടെ എന്ന് തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നത് പോലെ തനിക്കിന്ന് നന്ദി പറയാനേ ദിവസമുള്ളൂ. തൻ്റെ ഓരോ കാര്യങ്ങളിലും താൻ എങ്ങനെ വ്യക്തിപരമായിട്ട് തന്നെ മാറ്റം വന്നു, താൻ എങ്ങനെയാണ് തൻ്റെ കുടുംബ പ്രാർത്ഥനകൾ ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു, ഇന്ന് ആത്മീയ ജീവിതം എത്രമാത്രം മാറി, ഇതൊക്കെ പറയുമ്പോൾ ഉടമ്പടി എന്തിനാണ് നമ്മെ കൂടുതൽ നമ്മെ പുനർക്രമീകരിക്കുക. ഇന്ന് നമ്മുടെ വിശുദ്ധ കുർബാനയിലെ സങ്കീർത്തനം അതായിരുന്നു, കർത്താവെ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ, ഞങ്ങൾ അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. 80-ാം സങ്കീർത്തനമാണിത്. ഇത് തന്നെയല്ലേ ഉടമ്പടിയിലൂടെ നമുക്കിന്ന് അനുഭവിക്കാൻ കഴിയുക? അനുഭവ സാക്ഷ്യങ്ങൾ അതുതന്നെയല്ലേ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്? ഒരു പുനഃക്രമീകരണം. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിനെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.